തൃശ്ശൂർ വ്ളോഗ്സിൻ്റെ രണ്ടാമത്തെ ദിനം ഊട്ടിയിൽ. അപ്പോൾ ആ ദിവസം ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ റൂമിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോകുന്നത് ലൗഡൈൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ മലയാള സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായി നിൽക്കുന്ന റീൽസുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഇത്രയൊക്കെയാണ് ഉള്ളത്. ഊട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയസ്പന്ദനം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആ ട്രെയിനിനെ പറ്റിയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ട്രെയിനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ട്രെയിൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഡോഡാപാട്ട പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ പാർക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കിടക്കണ ഒരു വഴീൻ്റെ ആ വഴിയിൽ നമ്മളെന്താ പറയുക, രണ്ട് സൈഡിലും ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ചെറിയ ചെറിയ സ്റ്റോളുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള തുണികളും അതുപോലെ തന്നെ ടോയ്സുകളും ചെറിയ ചെറിയ ഫുഡുകൾ ഐറ്റംസുള്ള എല്ലാ കടകളും ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്തെ ഭക്ഷണം കഴിക്കാത്ത ഒന്ന് രണ്ട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കപ്പലണ്ടി, അതുപോലെ തന്നെ ചെന്ന മസാല, കടല, അതൊക്കെ ഒരു എന്താ പറയുക വേവിച്ചിട്ട് എല്ലാ സലാഡുകളും കൂട്ടിയിട്ട് കൊടുക്കുന്നൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ആൾക്ക് ചെറുതായിട്ട് മലയാളം അറിയാറുണ്ട് ആ ചേട്ടന്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. ആൾ 50 രൂപയ്ക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നുണ്ടോ. അപ്പോൾ ആളെടുക്കുന്നൊരു കാഴ്ച നല്ല രസം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിന്നു. ആളതിൻ്റെ ഇടയിൽ തമാശകളും കാര്യങ്ങളൊക്കെ ഇറക്കി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മസാല അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ സ്പൈസി അതൊക്കെ കൂടുതലിട്ട് ഞങ്ങൾ നേരെ ആൾ മസാലയൊക്കെ ഇടുന്ന നോക്കി. നല്ല ക്വാണ്ടിറ്റിയിൽ ഞാനുണ്ട് ആൾ അത് എടുത്തിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആൾ വലിയൊരു പാത്രത്തിലാണ് ഞങ്ങൾക്കത് ഇട്ട് തന്നിട്ട്. അപ്പുറത്തുള്ള ഒരു ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കാശിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പൈസ പറഞ്ഞ് തെറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങളത് മേടിക്കാനായിട്ട് നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആ പാർക്കിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് നടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് നിന്ന് വയ്യാണ്ടായതിന് ശേഷം അവിടെ ചെയറിലൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സമയമായിരുന്നു. ഇത്രയ്ക്ക് ലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോസ് നമുക്ക് എവിടെയും ഊട്ടിയിൽ കിട്ടിയിട്ടില്ല. ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള ഫോട്ടോസുകളും അതുപോലെ തന്നെ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരാനും നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും താഴത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് താഴത്ത് മലയാളികളായിട്ടുള്ള ആൾക്കാരുകൾ നല്ല പാട്ടും തിക്കുന്നറിയൊക്കെ ആയിരുന്നു. ഫുള്ള് KL രജിസ്ട്രേഷനുള്ള വണ്ടികളായിരുന്നു അന്നത്തെ ദിവസം, ഞങ്ങളന്ന് പോയ ദിവസം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടീമിനെ കണ്ട് സംസാരിക്കും, അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കാണാനുള്ളത് ടീ ഫാക്ടറിയാണ്. അപ്പോൾ എല്ലാവർക്കും ടീ ഫാക്ടറിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ സാധനങ്ങൾ മേടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടീ ഫാക്ടറി അതപ്പോൾ നല്ല വരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയത് വരി നിന്നതിന് ശേഷമാണ് കേട്ടോ കാശിൻ്റെ കാര്യം അറിഞ്ഞത്. അപ്പോൾ അവിടെ ഈ ടീ ഫാക്ടറി തുടങ്ങിയ കാലത്ത് തൊട്ടുള്ള ആൾക്കാരുകളുടെ അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് ഈ തൈലപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടും ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ലൈവായിട്ട് കാണാനുള്ള ഒരു സജ്ജീകരണം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചേച്ചിയാണ് അത് ആ ബാസ്ക്കറ്റിലേക്ക് നിറയ്ക്കുന്നതും കാര്യങ്ങളും ഭയങ്കര സ്ലോവിലാണ് കേട്ടോ അതൊക്കെ വർക്കിങ്. പക്ഷെ അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്ഥലത്ത് നിന്ന് തന്നെ അത് നല്ല രസമായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് തൈലേരെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കേട്ടോ. അവിടെ നിന്ന് അത് ആ മെഷീനോട് അങ്ങനെ താഴത്തേക്ക് ഒരു കുഴലിൽ കൂടിയാണ് താഴത്തേക്ക് വീണത്. അത് നേരെ ചെല്ലുന്നത് ഒരു മെഷീനിലേക്കാണ്. ആ മെഷീനിലത് പൊടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. പൊടിച്ചിട്ട് പച്ചവട കൂടിയാണ് പൊടിച്ചിട്ട് ആ ബെൽറ്റ് വഴിയാണ് മുന്നോട്ട് പോണത്. അപ്പോൾ അതൊരു 2-3 സെക്ഷൻ കഴിഞ്ഞിട്ട് ആ ബെൽറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് നേരെ പോണത് ഒരു വലിയൊരു ഇതിലേക്കാണ്, സ്റ്റീലിൻ്റെ ഒരു കുഴലിലേക്കാണ് പോണത്. അപ്പോൾ അത് എന്താ പറയുക, അത് ഹീറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മുകളിൽ നിൽക്കണ നേരത്തിട്ടാണ്.
പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ താഴോട്ട് ഈ തൈല വരുന്നത് ബൾക്കായിട്ട് വരുന്നത്. അപ്പോൾ ബൾക്കായിട്ട് വരുന്ന തൈല അതിൻ്റെ മുകളിൽ കൂടെ കയറി ബെൽറ്റിൽ കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ വരുന്ന പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കലാണ്. അരിക്കലൊരു 6-7 ഒരു സെക്ഷനിലായിട്ട് നടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇതായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് തരംതിരിക്കുന്നത് ക്വാളിറ്റി മുഖേനയാണ്. അപ്പോൾ താഴത്ത് ഒരുപാട് സ്റ്റുഡൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ചായ അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ ചായ കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഒരു കൗണ്ടറിൽ ചായ കൊടുക്കുന്നുണ്ട്. ചായ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് എത്തിയ സമയത്ത് ആ ചായ കഴിഞ്ഞു. എനിക്ക് അടുത്തൊരു കാറ്റിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം എനിക്ക് ചായ തന്നത്. ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതേപോലെ ചായ ഊട്ടി ചെന്നിട്ട് കുടിച്ചിട്ടില്ല. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് അവിടെ പോകണം, ആ ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. അവിടെ ഈ ടീയുടെ ഒരുപാട് ഫ്ലേവറുകളായിട്ടുള്ള അവരെ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ആ ഷോപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് ഗ്രീൻ ടീ ആണ്, ലീഫായിട്ടുള്ള ഗ്രീൻ ടീ ആണ് മേടിച്ചത്. എനിക്ക് അവിടെ കാശുള്ളതായി തോന്നി. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒപ്പമുള്ളവർ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ പോയി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രീമുകളും അതുപോലെ തന്നെ തൈലങ്ങൾ, സോപ്പ്, അവരെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വിലയ്ക്ക് ചോദിച്ചു 1-2 പേര് അത് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോണത് അവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ഫാക്ടറി കൂടി ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ ഫാക്ടറി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചോക്ലേറ്റിൻ്റെ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സാമ്പിളുകൾ തന്നെ ഇട്ടാം. അപ്പോൾ എനിക്കൊരു 3 കിട്ടിയിരുന്നത് അതിന് ചോക്ലേറ്റിൻ്റെ ഒരു ഇതും കിട്ടി, ഒരു ബട്ടർ സ്കോച്ചിൻ്റെയും കിട്ടിയിട്ടാണ്. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ ഉള്ളിൽ ഗ്ലാസ് റൂമിലാണ് കേട്ടോ അവരിത് മെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് റൂമിൽ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 5-6 ചേച്ചിമാർ നിന്നിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരെ തന്നെ കൗണ്ടറും പുറത്തുണ്ടായിരുന്നു കേട്ടോ. അവിടെ മെയ്ഡ് ചെയ്യുന്ന ഈ ചോക്ലേറ്റ് മേടിക്കാനൊരു കൗണ്ടറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ ചെല്ലുമ്പോൾ തന്നെ ആഘോഷം തുടങ്ങിയിരുന്നു. വലിയൊരു ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 19 പേരുണ്ടായിരുന്നു നമ്മുടെ ആ ഗ്രൂപ്പിൽ. അപ്പോൾ ലൈവായിട്ട് പാട്ട് പാടലും തിക്കും തിരക്കായിരുന്നു. അപ്പോൾ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തൊന്നും ഒരാളുടെ ആവേശം കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പാട്ടും, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാനതിൽ വോയിസൊക്കെ കട്ടിങ് ഉണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിലാണ് പാട്ടും പാടിക്കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഞാനത് വേറെ ഇതിൻ്റെ ഇഷ്യൂസ് വേണ്ടാന്ന് വെച്ചിട്ടാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. തിരിച്ച് ഹൈ റേഞ്ച് ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഇനി വേറെ എവിടേക്ക് പോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തൃശ്ശൂർ വ്ളോഗ്സിൻ്റെ പേരിൽ നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും